ITC റിവേഴ്സ്ഡ് ആൻഡ് റീക്ലെയിംഡ്. നിങ്ങൾക്കറിയാം, ചില കേസിൽ നിങ്ങൾ ITC എടുക്കും, അതിനുശേഷം അത് റിവേഴ്സ് ചെയ്യും. ബെസ്റ്റ് എക്സാമ്പിൾ സെക്ഷൻ 16 പറയുന്നുണ്ട്, നിങ്ങളൊരു പർച്ചേസ് നടത്തി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തു, ആ പർട്ടിക്കുലർ ഇൻവോയ്സിന് 180 ഡേയ്സിനുള്ളിൽ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എടുത്ത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യണം. ടെമ്പററി റിവേഴ്സൽസ് ആണ്. ആ എമൗണ്ട് നിങ്ങൾക്ക് എപ്പം വേണേലും ക്ലെയിം ചെയ്യാം, അതിന് ടൈം ലിമിറ്റ് ഒന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ നിങ്ങൾ പേ ചെയ്യുമ്പോൾ അത് ക്ലെയിം ചെയ്യാം. അല്ലെങ്കിൽ 180 ഡേയ്സിനുള്ളിൽ പേ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങൾ എത്ര എമൗണ്ട് ആണോ ഇൻപുട്ട് എടുത്ത് ആ എമൗണ്ട് റിവേഴ്സ് ചെയ്യാം, പിന്നെ എന്നാണ് പേ ചെയ്യുന്നത് അന്നേരം റീക്ലെയിം ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ എമൗണ്ട് എവിടെ ഡിസ്ക്ലോസ് ചെയ്യും? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 22-23 ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ക്ലെയിം ചെയ്തു, റിവേഴ്സ് ചെയ്തു, വീണ്ടും റീക്ലെയിം ചെയ്തു. 3 കാര്യങ്ങൾ. നിങ്ങൾക്കറിയാലോ, ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്നത് എവിടെയാണ്? GSTR 3B ടേബിൾ 4-5 നമ്മൾ കാണിക്കുന്നത്, ഓൾ അതർ ITCയിൽ. അത് റിവേഴ്സ് ചെയ്തു B എന്ന് പറയുന്ന കോളത്തിൽ, B2 റിവേഴ്സ് ചെയ്തു. അപ്പോൾ ആ എമൗണ്ട് ക്രെഡിറ്റ് ലെഡ്ജറിൽ നിന്ന് പോയി, ഇപ്പോൾ അത് പുതിയ ലെഡ്ജറിലേക്ക് റിഫ്ലക്ട് ചെയ്യും, റീക്ലെയിംഡ് ആൻഡ് റിവേഴ്സ് സ്റ്റേറ്റ്മെന്റിൽ. പണ്ടതില്ലായിരുന്നു. 2, ഈ എമൗണ്ട് നിങ്ങൾക്ക് വീണ്ടും ക്ലെയിം ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഓൾ അതർ ITC കാണിക്കും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഓൾ അതർ ITCയിൽ ഈ എമൗണ്ട് 2 പ്രാവശ്യം വന്നു. ആദ്യം ക്ലെയിം ചെയ്തപ്പോൾ, പിന്നെ റീക്ലെയിം ചെയ്തപ്പോൾ. അപ്പോൾ ആ എമൗണ്ട് ആണ് എവിടുന്ന് ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വരുന്നത്? ടേബിൾ നമ്പർ 6A 3B ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റീക്ലെയിം ചെയ്ത എമൗണ്ട് അവർ പറയുന്നു യു നീഡ് ടു ഡിസ്ക്ലോസ് ഇൻ ടേബിൾ H. ടേബിൾ H കാണിക്കും, റൈറ്റ്? അപ്പം ഇവിടെ ബ്രേക്കപ്പ് ചെയ്യുമ്പോൾ റീക്ലെയിം ചെയ്ത എമൗണ്ട് ഒഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് കാണിക്കാം. അപ്പൊ ഈ എമൗണ്ട് ആണ് എങ്ങോട്ട് പോകുന്നത്? നിങ്ങൾക്കറിയാം, ഈ 6B കാണിച്ച എമൗണ്ട് 6H എമൗണ്ടും കൂടെ എങ്ങോട്ട് പോകും? 8 ടേബിളിൽ പോകും. അപ്പൊ 8 ടേബിളിൽ എന്താ സംഭവിക്കുന്നത്? 2A റീക്ലെയിം ചെയ്ത എമൗണ്ട് വരത്തില്ല, കാരണം 2A ഒരു പ്രാവശ്യം വരുള്ളൂ. ഇപ്പോൾ ഒരു ഡിഫറൻസ് വരും. ആ ഡിഫറൻസ് എന്ത് ചെയ്യണം? ടേബിൾ 7H നിങ്ങൾക്ക് റിവേഴ്സലായിട്ട് കാണിക്കാം. അപ്പോൾ കുഴപ്പമില്ല, റിവേഴ്സ് ചെയ്ത എമൗണ്ട് ആണ് 3B കാണും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ITC അവൈൽഡ് 2A വന്നിട്ടുണ്ട്, 2B വന്നിട്ടുണ്ട്, 3B നിങ്ങൾ ക്ലെയിം എടുത്തു. പക്ഷെ ഇപ്പൊ എന്നാ പ്രശ്നം? GSTR 9 ഫയൽ ചെയ്യാൻ നേരത്ത് ടേബിൾ 8A അത് വരുന്നില്ല. ഇതെങ്ങനെയാ വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ടേബിൾ 8A ഡൗൺലോഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് GSTR 9 വിൻഡോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് കൗണ്ടർ പാർട്ടിയുടെ സ്റ്റാറ്റസ് അല്ലെ ITC എലിജിബിൾ എന്ന് പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞ് കാണിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെയും GST നമ്പർ CO മോട്ടോ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസസിലാണ് അത് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഇതൊരു പാർട്ടിയുടെ റിട്ടേൺ ആണ്, ഇത് 9 ആണ്. വാട്ട് ഇസ് ദിസ്? GSTR 9 8A എന്ന് പറയുന്ന ടേബിളിൽ ഓൾ അതർ ITC ആയിട്ട് വന്നേക്കുന്നത് എത്രയാണ്? 25,46,000 CGST ആൻഡ് SGST. 3B എടുത്തേക്കുന്നത് എത്രയാണ്? 37,31,000. അതെവിടെ നിന്ന് വന്നു? 3B. ഇത് GSTR 3B റിട്ടേൺ ആണ്. 3B എടുത്തേക്കുന്ന ആ എമൗണ്ട് തന്നെയാണ്, 37,31,000. There is a difference of 11,86,000. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ചില സപ്ലയേഴ്സിന്റെ GST രജിസ്ട്രേഷൻ CO മോട്ടോ ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് ക്യാൻസൽ ചെയ്തു. അപ്പൊ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാൻസലിന്റെ എഫക്റ്റീവ് ഡേറ്റിന് ശേഷമുള്ള ITCയുടെ സ്റ്റാറ്റസ് എല്ലാം നോ എന്നും പറഞ്ഞു വരും. ആ എമൗണ്ട് 8A ടേബിളിൽ വരുന്നില്ല. അപ്പൊ ഈ ഡിഫറൻസിന് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ടാക്സ് തിരിച്ചടയ്ക്കണം വേണ്ടേ? ലിറ്റിഗേഷൻ ഉള്ള ഏരിയ ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണേ കണ്ടീഷൻ നമ്പർ 1, യു നീഡ് ടു റിസീവ് ദ ഗുഡ്സ്, യു നീഡ് ടു മേക്ക് ദ പേയ്മെന്റ്, ഐറ്റം ഷുഡ് ബി എലിജിബിൾ. ഈ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം, റൈറ്റ്? സോ ഡോണ്ട് പേ ദ ടാക്സ്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന ടാക്സ് അടയ്ക്കാൻ പറയുകയാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട, ബട്ട് യു നീഡ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് യുവർ ജെനുവിൻ പർച്ചേസ്. ബാക്കി കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നു പറഞ്ഞാൽ
യു വിൽ ബി സേഫ്. അടുത്തത് നമുക്കറിയാം ഔട്ട്വേർഡ് സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് സെയിൽസ് ആയിട്ട് ബന്ധപ്പെട്ടത്. ആദ്യത്തെ ഒരു പ്രശ്നമാണ് സെയിൽ ഓഫ് 2022-23 ഡിസ്ക്ലോസ്ഡ് ഇൻ ഏപ്രിൽ 2023 റിട്ടേൺ, അതായത് നെക്സ്റ്റ് ഇയർ ഡിസ്ക്ലോസ് ചെയ്തു. വാട്ട് ടു ഡു? അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ് ടേബിൾ നമ്പർ 10 and 11. ടേബിൾ നമ്പർ 10 പറയുന്നു കറണ്ട് ഇയറിലെ ടേൺ ഓവർ നെക്സ്റ്റ് ഇയർ സ്പെസിഫൈഡ് പീരിയഡിനുള്ളിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡിസ്ക്ലോസ് ഹിയർ, ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യും. അമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അമെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ നെക്സ്റ്റ് ഇയർ നിങ്ങൾ കാണിച്ചേക്കുന്നത് പഴയ ഡേറ്റിലെ ഇൻവോയ്സ് ആണെങ്കിലും അത് 9 വരത്തില്ല. 22-23 ഫിനാൻഷ്യൽ ഇയർ കാണിച്ചേക്കുന്ന എമൗണ്ട് മാത്രമേ GSTR 9 വരുള്ളൂ. അമെൻഡ് ചെയ്തിട്ട് നിങ്ങൾ വാല്യൂ നെക്സ്റ്റ് ഇയറിലാണ് കുറച്ചേക്കുന്നതെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യുക. ടേബിൾ 14 ഇമ്പോർട്ടൻ്റ് ആണ്, 14ാമത്തെ ടേബിള്. അപ്പോൾ ഈ അമെൻമെന്റും അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ഡിസ്ക്ലോസ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് പേബിൾ എത്രയാണ്, ടാക്സ് പെയ്ഡ് എത്രയാണെന്ന് കാണിക്കുക. സെയിൽ ഓഫ് 22-23 നോട്ട് ഷോൺ ഇൻ GSTR റിട്ടേൺ ഓഫ് ദ കറണ്ട് ഇയർ ആൻഡ് നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഇതുവരെ അത് കാണിച്ചിട്ടില്ല. നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ടുമായിട്ട് നോക്കുമ്പോൾ GST കാണിച്ചേക്കുന്ന ടേൺ ഓവർ കുറവാണ്. വാട്ട് ടു ഡു? B2B ആണെങ്കിൽ കൗണ്ടർ പാർട്ടിക്ക് ഇൻപുട്ട് കിട്ടത്തില്ല, നിങ്ങൾ ഇൻവോയ്സ് ഹാസ് നോട്ട് ബീൻ അപ്ലോഡഡ്. B2C ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാക്സ് വർക്കൗട്ട് ചെയ്യാം. ആ ടാക്സ് എന്ത് ചെയ്യാം, DRC 03 പേ ചെയ്യാം. അത് ടേബിൾ 10-ലല്ല കാണിക്കേണ്ടത്, ടേബിൾ 4-ൽ കാണിക്കുക. കാരണം നെക്സ്റ്റ് ഇയറിൽ കാണിച്ചാണ് ടേബിൾ 10-ൽ കാണിക്കുന്നത്. സോ ടേബിൾ 4-ൽ B2B ആണ്, B2C ആണ്, B2C ആയിട്ട് കാണിക്കാം, B2B ആണ് ഇവിടെ കാണിക്കാം. അതോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേബിൾ നമ്പർ 9-ലെ ടാക്സ് പേബിൾ 3B എന്നാണ് വരുന്നത്. അപ്പോൾ 3Bയിൽ ഇത് വന്നിട്ടില്ല, കാരണം നിങ്ങൾ ആ വർഷം ചെയ്തിട്ടില്ലത്. അപ്പോൾ അതെന്ത് ചെയ്യണം, ഇവിടെ പേബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കാണിക്കുക. പേ വയ DRC 03. ആൾക്കാർ ഒരു കാര്യം കൂടെ ചോദിക്കും, 2022-23 ടേൺ ഓവർ നെക്സ്റ്റ് ഇയർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പേബിൾ ഇവിടെ കാണിക്കണം. ഇവിടെ കാണിക്കണ്ട, അത് ടേബിൾ 14-ലാണ് കാണിക്കുന്നത്. ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ. അടുത്ത RCയുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടാണ്. നമുക്കറിയാം റിവേഴ്സ് ചാർജ് മെക്കാനിസം ഉണ്ട്, പേ ചെയ്യുക, ഇൻപുട്ട് എടുക്കുക എലിജിബിൾ ആണെങ്കിൽ. കറണ്ട് ഇയറിലെ 2022-23 RCയും ലൈബിലിറ്റി നിങ്ങൾ പേ ചെയ്ത് ഇൻപുട്ട് ടാക്സ് എടുത്തെടുത്ത നെക്സ്റ്റ് ഇയറിലാണ്. എന്ത് ചെയ്യും? വെരി സിമ്പിൾ ഡൗട്ട്, വെരി ലോജിക്കൽ ഡൗട്ട്. ദിസ് ടേബിൾ വിൽ ഗീവ് യു എവറിത്തിങ്. RCM ലൈബിലിറ്റി ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ പെയ്ഡ് ഇൻ ദ സെയിം ഇയർ നമ്മൾ എവിടെ കാണിക്കും? GSTR 9-ലെ ടേബിൾ 4-ൽ എൻട്രി ഉണ്ട്, there will show. പെയ്ഡ് ഇൻ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, അതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ. 2022-23 RCM നെക്സ്റ്റ് ഇയറിലെ 3Bയിലൂടെ പേ ചെയ്തു. ദെൻ ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ടേബിൾ നമ്പർ 9 ഓഫ് GSTR 9 ഓഫ് നെക്സ്റ്റ് ഇയർ. കറണ്ട് ഇയറിലല്ല കാണിക്കേണ്ടത്, അടുത്ത വർഷം കാണിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, GSTR 9-ലെ കുറേ കോളങ്ങൾ ഓപ്ഷനാണ്. ഏതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഇത് പറയുന്നത്? 2019 4/6/2019 3/7/2019 സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഒരു പ്രസ് റിലീസ് ഇഷ്യൂ ഉണ്ടായി. ആ പ്രസ് റിലീസിൽ ആനുവൽ റിട്ടേണിലെ ഓപ്ഷണൽ എൻട്രീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഈ താഴെ പറയുന്ന ടേബിൾസ് ഒക്കെ ഓപ്ഷനാണ്. ടേബിൾ 5, 5D. I'll take one by one and discuss. ടേബിൾ 5 ഇവിടെ പറയുന്നത് എന്താണ്? ടേബിൾ 5 നിങ്ങൾക്കറിയാം എക്സംപ്റ്റഡ് ടേൺ ഓവർ ആയിട്ട് ബന്ധപ്പെട്ടാണ്. 5H to 5K. 5H to 5K എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സംപ്റ്റഡ് ടേൺ ഓവറുമായിട്ട് ബന്ധപ്പെട്ട ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. അത് എന്ത് ചെയ്യാം, കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സംപ്റ്റഡ് ടേൺ ഓവറിന് നെറ്റ് ഫിഗർ എടുക്കുക. ആ നെറ്റ് ഫിഗർ എന്ത് ചെയ്താൽ മതി, ടേബിൾ 5A തൊട്ട് 5E വരെയുള്ള കോളത്തിൽ ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഇപ്പോൾ ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ടും സെപ്പറേറ്റ് കാണിക്കണ്ട. B2Cയിലും അങ്ങനെയാണ്. നിങ്ങൾക്കറിയാം 4A എന്ന് പറഞ്ഞ ടേബിളിൽ B2B മാത്രം ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്താൽ മതി. അടുത്തത് 5D ആൻഡ് 5B. 5D എക്സംപ്റ്റഡ് ടേൺ ഓവർ നിൽ റേറ്റഡ്. അപ്പം നിങ്ങൾക്ക് ഇത് അറിയില്ല എക്സംപ്റ്റ് ആണോ നിൽ റേറ്റ് ആണോ. സോ ഡോണ്ട് വറി, എല്ലാം കൂടെ കൂടി എക്സംപ്റ്റഡ് ടേൺ ഓവർ ആയിട്ട് കാണിച്ചാൽ മതി എന്നാണ് ആ പ്രസ് റിലീസിൽ പറയുന്നത്.
ഇനി ITC ആയിട്ട് ബന്ധപ്പെട്ട ടേബിളാണ്. നിങ്ങൾക്കറിയാം ITC 3B റിട്ടേണിൽ നിന്ന് ഓട്ടോ ഡ്രാഫ്റ്റ് ആയിട്ട് 6A വരും. അതിനുശേഷം നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. ഇൻപുട്ട് ആണോ ക്യാപിറ്റൽ ഗുഡ്സ് ആണോ ഇൻപുട്ട് സർവീസ് ആയിട്ട് ഇവിടെ എല്ലാം ബ്രേക്ക് ചെയ്യണം. ഇൻപുട്ട് സർവീസ് ബ്രേക്ക് ചെയ്യണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ ITCയിൽ എത്രയുണ്ട് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് നോക്കിയിട്ട് ക്യാപിറ്റൽ ഗുഡ്സ് ആയിട്ട് കാണിക്കുക. അത് മാൻഡേറ്ററി ആണ്. ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് ഇൻപുട്ട് ആയിട്ട് കാണിക്കാം. ഇൻപുട്ട് സർവീസും ഇൻപുട്ട് ആയിട്ട് കാണിക്കാം എന്നാണ് പറയുന്നത്. ITC റിവേഴ്സൽ ആൻഡ് ഇൻഎലിജിബിൾ. നിങ്ങൾക്കറിയാം ടേബിൾ 7 ITCയിലെ റിവേഴ്സൽസിനെ കുറിച്ചാണ് പറയുന്നത്. പല ടൈപ്പ് റൂൾ 37, 39, 42, 43, 17(5) അതർ ITC ട്രാൻസിഷണൽ റിവേഴ്സൽ. അപ്പൊ ഇതൊന്നും പറയണ്ട. എന്താ പറയുന്നത്, എല്ലാ ITC റിവേഴ്സലും കൂടെ നിങ്ങൾക്ക് 7H കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഒരു കാര്യം, ട്രാൻ ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് കാണിക്കണം. അത് 2022-23 ആർക്കും തന്നെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി എല്ലാ ITCയും 7Hൽ ഒരുമിച്ച് കാണിക്കാന്നാണ് പറയുന്നത്. 7F ആൻഡ് 7G മാൻഡേറ്ററി അല്ലെന്ന് പറയുന്നു. അടുത്ത ടേബിൾ 12 ആൻഡ് 13. ടേബിൾ 12 ആൻഡ് 13 എന്താ പറയുന്നത്, ITC ഓഫ് ദി കറന്റ് ഇയർ ക്ലെയിംഡ് നെക്സ്റ്റ് ഇയർ. ITC ഓഫ്, അതാണ് ടേബിൾ 13. ITC ഓഫ് 22 ആൻഡ് 23 റിവേഴ്സ്ഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ, അതാണ് 12. മാൻഡേറ്ററി അല്ല. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നു അതങ്ങ് ഡിസ്ക്ലോസ് ചെയ്തേക്കുക. കാരണം അത് നമുക്ക് ഫേവറബിൾ ആണ്. നമ്മൾ ഏതെങ്കിലും ITC 22-23 നെക്സ്റ്റ് ഇയറിൽ എടുത്തിട്ടുണ്ടെങ്കിൽ 8C കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതോടൊപ്പം നമ്മൾ ടേബിൾ 13 കാണിക്കാം. റൈറ്റ്, നെക്സ്റ്റ് ഇയർ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദാറ്റ്സ് നോട്ട് ഫേവറബിൾ ഫോർ അസ്. പിന്നെ ടേബിൾ നമ്പർ 15, ടേബിൾ നമ്പർ 16, ടേബിൾ നമ്പർ 18 ഓപ്ഷനാണ്. ടേബിൾ നമ്പർ 15 എന്താ പ്രതിപാദിക്കുന്നത്, ഡിമാൻഡ് ആൻഡ് റീഫണ്ടുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ദെൻ ടേബിൾ നമ്പർ 16 എന്താ പറയുന്നത്, കോമ്പോസിഷൻ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള പർച്ചേസസ് ഡീംഡ് സപ്ലൈ അണ്ടർ സെക്ഷൻ 143, ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ് ബട്ട് നോട്ട് റിട്ടേൺ. ഇതൊന്നും മാൻഡേറ്ററി ഇല്ല, ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ടേബിൾ 17 HSN ആണ് ഔട്ട്വേർഡ് സപ്ലൈയുടെ, ദാറ്റ് ഇസ് മാൻഡേറ്ററി ആണ്. 5 കോടി താഴെയുള്ളവർക്ക് B2Bയിൽ 4 ഡിജിറ്റും B2Cയിൽ ഡിജിറ്റ് ഒന്നും വേണ്ട. മെയിലിൽ 5 കോടിക്ക് മേലിലുള്ളവർക്ക് 6 ഡിജിറ്റ് മാൻഡേറ്ററി ആണ്. ദാറ്റ് ഇസ് വാട്ട് ദ റൂൾ. ടേബിൾ 18 HSN കോഡ് റിലേറ്റഡ് ടു ഇൻവേർഡ് സപ്ലൈ ഓപ്ഷണൽ എൻട്രി ആണ്. അപ്പം ഓപ്ഷണൽ എൻട്രി ആയിരുന്നു. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് കോമൺ ആയിട്ടുള്ള ITC റിലേറ്റഡ് GSTR 9 റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ GST രജിസ്ട്രേഷൻ ഉണ്ട്. എന്ത് അഗ്രഗേറ്റ് ആണ് ഒരു 2 crore കൂടുതലാണെങ്കിൽ എല്ലാ രജിസ്ട്രേഷനും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം ആസ് പെർ ദി സെക്ഷൻ. ക്ലിയർ, 2 crore കൂടുതലാണ്. കാരണം അഗ്രഗേറ്റ് ആണ് 2 crore എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയലിംഗ് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഒരു രജിസ്ട്രേഷന് നിൽ റിട്ടേൺ മറ്റേ ഒരു GST-നുള്ള സെയിം ആളുടെ GST-ന് ടേൺ ഓവർ 5 കോടി ആനുവൽ റിട്ടേൺ ചെയ്യണം. നില്ലായിട്ട് ചെയ്യണം, 5 കോടിയുള്ളതിലും ചെയ്യണം. ഒരാൾ GST ക്യാൻസൽ ചെയ്തു, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണോ? വെൻ യു റീഡ് സെക്ഷൻ 44 റെഡ് വിത്ത് റൂൾ 80 എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് ടു ഫയൽ ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പൊ ക്യാൻസൽഡ് ആൾക്കാർക്കും GSTയുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ദാറ്റ് ഇസ് വാട്ട് സെക്ഷൻ സേ ദാറ്റ്. കോമ്പോസിഷൻ ഡീലർ ഈസ് റിക്വയർഡ് ടു ഫയൽ ആനുവൽ റിട്ടേൺ. നിങ്ങൾക്കറിയാം കോമ്പോസിഷൻ ഡീലർ അവരുടെ സിസ്റ്റം എന്നാണ് ഇപ്പം, അവർക്ക് ക്വാർട്ടർലി പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. റിട്ടേൺ ഫയലിംഗ് ആനുവലി ആണ്. CMB 08 എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും, ക്വാർട്ടർലി ടാക്സ് ചെയ്യും. എന്നിട്ട് ആനുവലി GSTR 4 അനുസരിച്ച് അവർ റിട്ടേൺ ഫയൽ ചെയ്യും. അവർക്ക് ആനുവൽ റിട്ടേൺ വരുമോ? 9A എന്ന് പറയുന്ന ഫോമാണ് ആനുവൽ റിട്ടേൺ ഫോർ കോമ്പോസിഷൻ ഡീലർ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഹാസ് ബീൻ എക്സംപ്റ്റഡ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ ഓർ മെയ്ഡ് ഇറ്റ് ഓപ്ഷണൽ. 2 കോടി താഴെ അഗ്രിഗേറ്റ് ആണ് ആനുവൽ റിട്ടേൺ ഫയലിംഗ് ഓപ്ഷൻ ആക്കി. അപ്പൊ എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. സോ എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻക്ലൂഡിംഗ് കോമ്പോസിഷൻ ഡീലറാണ്. അപ്പോഴോ കോമ്പോസിഷൻ ഡീലറുടെ ടേൺ ഓവർ 2 കോടി താഴെയാണ്. 1.5 കോടിക്ക് താഴെയുള്ളവർക്ക് കോമ്പോസിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ടെക്നിക്കലി കോമ്പോസിഷൻ ഡീലേഴ്സിന് GSTR 9A ഫയൽ ചെയ്യണ്ട. ഈവൻ നിങ്ങൾക്ക് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിലും പോർട്ടലിൽ ആ ഫോം അവൈലബിളും അല്ല. സോ കനോട്ട് ഡു എനിത്തിങ്. ലീഗലി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കോമ്പോസിഷൻ ഡീലർ റെഗുലർ ഡീലറായി വാട്ട് ടു ഡു? അഗ്രിഗേറ്റ് ടേൺ ഓവർ നോക്കുക,
അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ആയിരുന്നപ്പോഴുള്ള ടേൺ ഓവർ, റെഗുലർ ആയിരുന്ന ടേൺ ഓവർ ബോത്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ടുള്ള ടേൺ ഓവർ 2 കോടി കൂടുവാണെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയലിംഗ് മാൻഡേറ്ററി. പിന്നെ ആൾക്കാർ ചോദിക്കും, സർ ക്യാൻ ഐ പേ ടാക്സ് ത്രൂ 9, ക്യാൻ ഐ പേ ITC, ക്യാൻ ഐ ക്ലെയിം ITC ത്രൂ 9? ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ടാക്സ് ഈസ് പെയ്ഡ് ത്രൂ 3B, ITC ഈസ് ക്ലെയിം ടു 3B. GSTR 9 കാണിച്ചാൽ അത് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ 3Bയിലൂടെ പേ ചെയ്യാം, അല്ലെങ്കിൽ DRC 03 എന്ന് പറഞ്ഞ വോളണ്ടറി ചെല്ലാനിലൂടെ പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നോ ITC ക്യാൻ ബി ക്ലെയിം വയ 9, നോ ടാക്സ് ക്യാൻ ബി പെയ്ഡ് വയ 9. ഉള്ളി ലേറ്റ് ഫീസ് ഉണ്ടെങ്കിൽ 9ലൂടെ പേ ചെയ്യാം. വാട്ട് ഈസ് എ ലേറ്റ് ഫീസ്? പീപ്പിൾ വിൽ ആസ്ക് മീ, സാർ 31 ഡിസംബർ ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്, ഫയൽ ചെയ്യാൻ പറ്റില്ല, എന്ത് സംഭവിക്കും? റൈറ്റ്, 3 കോൺസിക്വൻസ് ആണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തില്ലേ വരുന്നത്. ഒന്ന്, 46 അനുസരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്ക് ഡീഫോൾട്ട് നോട്ടീസ് വരാം. 2, സെക്ഷൻ 47(2) അനുസരിച്ച് ലേറ്റ് ഫീസ് വരാം. 3, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റിൽ നിന്ന് 3 ഇയേഴ്സിനുള്ളിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഒരിക്കലും ഫയൽ ചെയ്യാൻ പറ്റത്തില്ല, അത് വരും. ദാറ്റ് ഇസ് എ ലീഗൽ പൊസിഷൻ. റൈറ്റ്, വാട്ട് ഇസ് എ ലേറ്റ് ഫീസ്? നമുക്കറിയാം, ഗവൺമെന്റ് 2023 ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തു. നോട്ടിഫിക്കേഷൻ നമ്പർ 7/2023, സെൻട്രൽ ടാക്സ്, ഡേറ്റഡ് 31 മാർച്ച് 2023 അനുസരിച്ച് 2022-23 സാമ്പത്തിക വർഷം തൊട്ട് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഡിലേ ഉണ്ടെങ്കിൽ ലേറ്റ് ഫീസ് റാഷണലൈസ് ചെയ്തിട്ടുണ്ട്. വെൽക്കം സ്റ്റെപ്പ്. 5 കോടി വരെയുള്ള ടേൺ ഓവർക്കാണെങ്കിൽ 50 rupees പെർ ഡേ, 25 + 25. മാക്സിമം ടേൺ ഓവറിന്റെ 0.04%. 5 കോടി തൊട്ട് 20 കോടി വരെയുള്ളവർക്കാണെങ്കിൽ 100 rupees പെർ ഡേ, മാക്സിമം എത്രയാണ്? 0.04% ഓഫ് ദ ടേൺ ഓവർ. 20 കോടിക്ക് മേലുള്ളവർക്കാണെങ്കിൽ റാഷണലൈസ് സ്കീം ഒന്നുമില്ല, 200 rupees പെർ ഡേ, മാക്സിമം 0.5% ഓഫ് ദ ടേൺ ഓവർ വരും. ഒരു 10 കോടി രൂപ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാക്സിമം എത്ര രൂപ വരെയും വരും? 10 കോടിയുടെ 0.5% എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ വരാം ലേറ്റ് ഫീസ്. പലരും ചോദിക്കും, സാർ പഴയ വർഷങ്ങളിലെ ചെയ്തില്ലല്ലോ. there was an amnesty സ്കീം, അതനുസരിച്ച് മാക്സിമം 20,000 രൂപ ലേറ്റ് ഫീസ് വരുള്ളായിരുന്നു, പ്രൊവൈഡഡ് 31 ഓഗസ്റ്റ് 2023 മുമ്പ് ഫയൽ ചെയ്യുമായിരുന്നെങ്കിൽ. അപ്പോൾ ആംനസ്റ്റി സ്കീം ഇപ്പോഴില്ല, സോ യു കനോട്ട് ഡു ഇറ്റ്. സാർ ഇനി വരുമോ? ഐ ഡോണ്ട് നോ. കാരണം നിർമ്മല സീതാരാംജി എൻ്റെ റിലേറ്റഡ് അല്ല. ഐ എം നോട്ട് അറ്റ് ഓൾ റിലേറ്റഡ് ടു ഹെർ. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹെർ പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ. ഇഫ് ഇറ്റ് കംസ്, definitely we'll discuss in the platform. I hope this video will help you a lot.